കൊടുക്കാനാണ്. ആര് പറഞ്ഞു അമ്മയ്ക്ക് കൊടുക്കാനാണ്? ഇതോ അമ്മച്ചിയാണ്. അല്ലു അല്ല, നമ്മൾ എവിടെ പോയത്? നമ്മളിനി എവിടെ പോവാ? ഇനി എവിടെ പോവാ? പയ്യു പോവല്ലയോ? ആ, എവിടെ പോവും നമ്മള്? പയ്യു. ആരെ കാണാൻ പോവാ? പയ്യു. ആ, ചേച്ചിയും പിന്നെ ചേട്ടാ പിന്നെ ആരാ? പറ. പിന്നെ ആരുണ്ട് പയ്യൂര്? വേറെ ഒരാളും കൂടി ഇല്ലയോ? വേറെ ആരാ ഉള്ളത് അവിടെ? ആ, അപ്പച്ചി. പിന്നെ ഞങ്ങൾ പഞ്ചശേടന്റെ അച്ഛന്റെ വീട്ടിൽ വരെ പോവാണ്. ഇവിടെ വളരെ അടുത്താണ്, കാറിലൊന്നും പോകേണ്ട അത്ര ദൂരമൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾ വേറെ ഒരു വഴിക്ക് പോയിട്ട് ഇങ്ങോട്ട് കയറാന്ന് വെച്ച്. മെയിനായിട്ട് ഇവിടെ വന്ന് എന്തിനാണെന്നറിയോ? മാങ്ങ പിറക്കുക. ഇവിടെ നല്ല നാട്ടുമാങ്ങയുണ്ട്, പിന്നെ കുറേ ടൈപ്പ് മാങ്ങകളും ഉണ്ട്, പിന്നെ കുറച്ച് ചെടിയും എനിക്ക് കട്ട് ചെയ്തെടുക്കണം. മഴയൊക്കെ അല്ലേ, അപ്പം നമുക്ക് ചെടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിളിർത്ത് വരും. അപ്പം ഞങ്ങൾ ദേണ്ട പയ്യോ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങുവാണ്. അല്ലുവിന് ഭയങ്കര ഇഷ്ടം ഇവിടെ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലുവിൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാവരും നിൽക്കുന്നത്. അല്ലു മെയിനായിട്ട് അപ്പച്ചിയുടെ റൂമിലോട്ട് കയറും. പൗഡർ ഇടിയിലാണ് അല്ലുവിൻ്റെ ജോലി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വിമല ചേച്ചി ഞങ്ങളെ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. വിമല ചേച്ചി ജോലിയിലായിരുന്നു. വിമല ചേച്ചി തുണിയൊക്കെ വിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ വിമല ചേച്ചി അല്ലുവിനെ കണ്ട് കെട്ടിപ്പിടിയും ഉമ്മ വെപ്പും ഒക്കെ ആയിരുന്നു. അങ്ങനെ അപ്പച്ചിയമ്മയുടെ അടുക്കലോട്ട് കൊണ്ടുപോവാണ് വിമല ചേച്ചി. ഞാനാണെങ്കിൽ മാങ്ങ പറക്കാനായിട്ട് പോയി. മാങ്ങ പറക്കാനായിട്ട് ചെന്നപ്പോൾ നിറച്ച് കൊതുകാണ്. മഴ പെയ്ത് കിടക്കുമല്ലേ, അതുപോലെ ഈ കണ്ണീച്ചകളുമാണ്, നിറച്ച് കണ്ണീച്ചയുമാണ്. പിന്നെ മഴ പെയ്ത കാരണം നിറച്ച് പുല്ലുകളും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അധികം മാങ്ങ വീണ് കിടപ്പില്ലായിരുന്നു. ഞാൻ പിന്നെ നല്ലത് നോക്കി, ഒരുപാട് പഴുക്കാത്ത നോക്കിയാണ് എടുത്തത്. കാരണം പുഴു കാണുമല്ലോ ഇപ്പം മഴ പെയ്ത കാരണം. അപ്പം നമ്മുടെ അപ്പുറത്തെ സൈഡാണ് ഫുള്ള് മാങ്ങയും വീണ് കിടക്കുന്നത്. അപ്പോൾ അപ്പച്ചി അവിടെ നിന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡ് പോയി പറിക്കാം. അങ്ങനെ ഞാൻ ഗേറ്റ് തുറക്കാൻ നോക്കിയിട്ട് ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല, കാരണം ഒരു കുറ്റി എടുത്തിട്ടില്ല. പിന്നെ ഗേറ്റ് ഇത്തിരി ജാമായി ഇരിക്കുവാണ്, കാരണം കുറേ വർഷങ്ങളായ ഗേറ്റുകളാണല്ലോ ഇത്. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം പതുക്കെ തുറന്നതിന് ശേഷം അപ്പുറത്തോട്ട് പോയപ്പോഴും കൊതുകാണ്, കാരണം മഴ പെയ്ത് കിടക്കുന്ന കാരണം. പിന്നെ ദേണ്ട ഇവിടെ ആണെങ്കിലേ പണ്ട് നിറച്ച് വെറ്റക്കൃഷിയായിരുന്നു കേട്ടോ. ഇപ്പോൾ വെറ്റക്കൃഷിയൊന്നുമില്ല. അപ്പച്ചിക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് കൃഷികളൊക്കെ കുറച്ച് കാലമായി നിർത്തിയിട്ട്. ഒരുപാട് വെറ്റകളും ഒരുപാട് കൃഷികളും ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ്, ചക്ക, മാങ്ങ, പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ജാതി, അങ്ങനത്തെയൊക്കെ കൃഷികളാണ്. പിന്നെ ഞാൻ അവിടുന്ന് കുറേ മാങ്ങകളൊക്കെ പിറക്കിക്കൊണ്ട് വന്നപ്പോൾ അല്ലു അപ്പച്ചമ്മയും കൂടെ ഭയങ്കര കാര്യം പറച്ചിൽ. അല്ലുവേന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് വിളിക്കാൻ പഠിപ്പിക്കുക. അപ്പച്ചമ്മ ചോദിക്കുക ഞങ്ങളോട്, നിങ്ങളെന്താ അങ്ങനെ എന്തോ പഠിപ്പിക്കാത്തതെന്നൊക്കെ. നമ്മളങ്ങ് വിട്ടുപോയി ഇതൊക്കെ പഠിപ്പിക്കുക. ചില സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുവേ. അങ്ങനെ വിമല ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഒരു കത്തി എടുത്തോണ്ട് പോവാ വിമല ചേച്ചി, നമുക്ക് ചെടി കട്ട് ചെയ്യാമെന്ന്. പിന്നെ വിമല ചേച്ചിയായിട്ട് നിന്ന് കത്തി അടിച്ച് ഇത്രയും മാങ്ങായും കിട്ടി. അപ്പച്ചിയമ്മ എല്ലാം കൂടെ കളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് വിമല ചേച്ചി ആണെങ്കിൽ കത്തി എടുത്തോണ്ട് വന്ന് ഞാനാണെങ്കിൽ ചെടി കട്ട് ചെയ്യാനായിട്ട് അങ്ങ് പോയി. അങ്ങനെ ഞാൻ ഒരു 2-3 ചെടികളെ സെലക്ട് ചെയ്ത് കട്ട് ചെയ്തോളൂ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഞാൻ മെയിനായിട്ട് കട്ട് ചെയ്യുന്നത്. ഈ ചെടി എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഇല പോലെ നിൽക്കും. നമ്മുടെ ഒറിജിനൽ ചെടിയാണെന്ന് തോന്നത്തില്ല. പിന്നെ ഇവിടെ ഇഷ്ടത്തിന് ചെടികളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെടികളൊക്കെ കുറഞ്ഞെങ്കിലും എന്നാലും ആവശ്യത്തിന് ചെടികളൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണം, ക്യാഷു മേടിക്കാൻ. അത് നമ്മുടെ കശുവണ്ടി ഫാക്ടറിയിലാണ് പോകുന്നത്, അണ്ടിയ പീസിൽ. അവിടെ പോയിട്ടാണ് നമ്മൾ ക്യാഷിനിട്ട് മേടിക്കുന്നത്. അതും നമ്മുടെ വീടിന് ഷോപ്പ്. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചു. അപ്പം ഞാൻ വണ്ടിയിലോട്ട് കയറിയപ്പോൾ ഫോണൊക്കെ എടുത്ത് പഞ്ചേട്ടനോട് പറയുമായിരുന്നു, പഞ്ചേട്ടാ നമുക്ക് ഈ വഴി പോകാം ആ വഴി പോകാമെന്നൊക്കെ. അങ്ങനെ തന്നെ ആ വഴി പോവാണ്, ഞാൻ പറഞ്ഞ വഴിയാണ്ട്. അങ്ങനെ നമ്മുടെ ആ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ സ്മോൾ സൈസ് തൊട്ട് വലിയ സൈസ് വരെ ഉണ്ട്. അപ്പം നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തിരി വലിയ സൈസാണ്. ഇതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 600 സംതിങ് രൂപയാണ്. ഇത് മേടിച്ചിടം തൊട്ടല്ല പൊട്ടിക്കമ്മ കാശുതാ എന്നും പറഞ്ഞിട്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം മേടിച്ച് വീട്ടിൽ പോവാണ്. അപ്പം